പി എസ് ശ്രീധരനാഭൻ ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ഗവർണർ അദ്ദേഹം പോകുന്ന പരിപാടികളിലൊക്കെ ഈ RSSന്റെ ഈ സിംബോളിക് ചിത്രം കൊണ്ടുപോകാനാണോ പരിപാടി? അങ്ങേക്ക് അതിനെപ്പറ്റി അറിവുണ്ടോ? അങ്ങനെ കൊണ്ടുപോകാനാണ് പരിപാടിയെങ്കിൽ അതുണ്ടാക്കാൻ ഇടയുള്ള ക്രമസമാധാന പ്രശ്നം എത്രത്തോളം വലുതാണ്, സമാധാനക്കേട് എത്രത്തോളം വലുതാണ് എന്ന ബോധ്യത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ശ്രീ VP ശ്രീധരനാഭൻ? ഇതൊരു സ്വകാര്യ ചടങ്ങാണ്. ശ്രീപത്മനാഭ സേവാ സമിതിക്കാർ വാടക കൊടുത്തിട്ട് സെനറ്റ് ഹാള് വാങ്ങിച്ചതാണ് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ. ഈ സെനറ്റ് ഹാൾ ഇങ്ങനെ പലർക്കും വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. CPMന്റെ സർവീസ് സംഘടനകളുടെ ഒട്ടുമിക്ക പരിപാടി അവിടെയാണ് നടക്കാറ്. അപ്പൊ അവരവിടെ കാറൽ മാർക്സിന്റെ ഏംഗൽസിന്റെയും ഒക്കെ ഫോട്ടോ വെക്കാറുണ്ട്. ഈ ശ്രീപത്മനാഭ സേവാ സമിതിക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഇന്ന ഫോട്ടോകൾ വെക്കരുത്, ഇന്നത് ചെയ്യരുത് എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അവർ കൃത്യമായി അവർക്ക് ആ വാടകയുമായി ബന്ധപ്പെട്ട കരാറുകൾ പാലിച്ചുകൊണ്ട്, നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ ഒരു പരിപാടിയും നടത്താതെ അവർ ഭാരതാംബയുടെ ഫോട്ടോ വെച്ചു. ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോട് ടൗൺ ഹാള് നാളെ ഞങ്ങൾ സംഘപരിവാറിന്റെ ഏതെങ്കിലും സംഘടന ബുക്ക് ചെയ്തിട്ട് അവിടെ ഗവർണറെ വിളിച്ചു വരുത്തുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ഫോട്ടോ വെച്ചോട്ടെ, RSS സ്ഥാപകൻ എഡ്ഗേവാറിന്റെ ഫോട്ടോ വെച്ചോട്ടെ, ഇവർക്ക് എന്താ? ഈ പരിപാടി നടത്തുന്നത് ഗവർണർ അല്ല, ശ്രീപത്മനാഭ സേവാ സമിതിയാണ്. അവരൊരു പുസ്തക പ്രകാശനം നടത്തുകയാണ് കാബ സുരേന്ദ്രന്റെ. അവര് വെച്ച ഫോട്ടോ ആണ്. അവർ ഭാരതാംബ ഫോട്ടോ അവർ വാടകയ്ക്ക് എടുത്ത് വെച്ചതാണ്. അവരോട് വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് ഇന്ന ഫോട്ടോ വെക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. അവിടെ നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യവും നടന്നിട്ടില്ല. വെറുതെ അമിതമായ ആവേശം കാണിച്ച് നിലമ്പൂരിലെ പരാജയത്തിന്റെ ക്ഷീണം മാറ്റാൻ ഈ SFIക്കാർ ഇങ്ങനെ തുള്ളണ്ട. അതിലൊന്നും അർത്ഥമില്ല. അത് സ്വകാര്യ പരിപാടി നടത്തുന്നതിനൊക്കെ ഇവര് ഒബ്ജക്ട് ചെയ്യാൻ പോവാ. താങ്കൾ തത്വത്തിലൊരു കാര്യം സമ്മതിക്കുന്നുണ്ട്. താങ്കൾ തത്വത്തിലൊരു കാര്യം സമ്മതിക്കുന്നത് സ്വകാര്യ പരിപാടിയിലാണ് ഭാരതാംബയുടെ ചിത്രം വെക്കേണ്ടത് എന്ന് താങ്കൾ പറയുകയാണ്. അപ്പൊ രാജ്ഭവനിൽ ഇരിക്കുന്ന ആ RSSന്റെ ചിത്രം തെറ്റല്ലേ VP? അതെടുത്ത് മാറ്റേണ്ടതല്ലേ? അത് പറഞ്ഞുതരാം. ഞാൻ അന്ന് ഈ ചർച്ചയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, ഈ രാജ്ഭവനിൽ ഭാരതാംബയുടെ ഫോട്ടോ വെക്കുന്നതിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കേരള ഹൈക്കോടതിയെ സമീപിക്കണം. ആ പ്രശ്നത്തിന് ഒരു തീരുമാനമാവുമല്ലോ. അതല്ലേ മിടുക്ക്? നിങ്ങളൊന്ന് കേരള ഹൈക്കോടതിയെ സമീപിക്കും. ദാറ്റ് ദി ഗവർണർ ഈസ് വയലേറ്റിംഗ് ദി പ്രോട്ടോകോൾ ആൻഡ് ഫയൽ എ റിട്ട്, കോ വാറണ്ടോ റിട്ട്, ഒരു കോ വാറണ്ടോ റിട്ട് ഫയൽ ചെയ്യൂ. ഗവർണർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എത്ര കേസ് ഗവർണർക്കെതിരെ കൊടുത്തിട്ടുണ്ട്, എത്ര കേസ് കൊടുത്തിട്ടുണ്ട്. അത് മറ്റൊരു, താങ്കൾ വക്കീൽ കൂടി ആയതുകൊണ്ട് താങ്കൾക്ക് ആ നിയമവഴി താങ്കൾ സംസാരിക്കണം. നമുക്ക് എല്ലാത്തിനും നിയമവഴി മാത്രമല്ലല്ലോ.